എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻ്റൽ സെൻ്ററിൻ്റെ ഈ ഓഡിയോ ടാപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിന്നു നർഷ, ഒരു സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളെ വളർത്തുന്ന ഓരോ വീട്ടിലും വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു കാര്യമാണ് കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നത്. പല മാതാപിതാക്കളും പറയുന്ന ഒരു വാചകമുണ്ട്: ഇപ്പോൾ ചെറുതല്ലേ, ഇതൊക്കെ പിന്നീട് പഠിച്ചാൽ മതി, ഇപ്പോൾ കൊടുത്താൽ ശീലമാകും. നമ്മൾ ഉണ്ടല്ലോ, കുട്ടിക്ക് എന്തിനാണ് പണത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ തന്നെ പഠിപ്പിക്കുന്നത്? പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഉണ്ട്. കുട്ടികൾ പണത്തിൻ്റെ മൂല്യം പഠിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് അല്ല. ഇത് പതുക്കെ ദിവസേന വീട്ടിലെ അനുഭവങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇന്നത്തെ കുട്ടികൾ വളരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ്. പണം കയ്യിൽ പിടിച്ച് വാങ്ങുന്ന അനുഭവത്തേക്കാൾ സ്ക്രീനിലൂടെ ഒരു ബട്ടൺ അമർത്തുമ്പോൾ സാധനം വീട്ടിലെത്തുന്ന കാലം. അതിനാൽ പല കുട്ടികൾക്കും പണം എന്നത് കാർഡിലോ മൊബൈലിലോ ഉള്ള എന്തോ ഒന്ന് എന്ന ധാരണയിൽ ഒതുങ്ങിപ്പോകുന്നു. ഇവിടെയാണ് മാതാപിതാക്കളുടെ പങ്ക് വളരെ നിർണായകമാകുന്നത്. കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കേണ്ടത് ഇല്ല എന്ന് പറയുന്നതിലൂടെ മാത്രം അല്ല, പകരം എന്തുകൊണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയാണ് ഒരു കുട്ടി കടയിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പോൾ പണം ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ അത് കുട്ടിക്ക് ഒരു തടസ്സമായി മാത്രമേ തോന്നൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ മാസത്തെ ചിലവ്
ഇത്രയാണ്. ഇത് വാങ്ങിയാൽ മറ്റൊന്നിന് പണം പോരാ എന്ന് പറഞ്ഞാൽ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കണം. കുട്ടികളെ പണത്തെ കുറിച്ച് സംസാരിപ്പിക്കുന്നത് അവരെ ലാഭലോഭികളാക്കുന്നില്ല, മറിച്ച് അവരെ ഉത്തരവാദിത്വമുള്ളവരാക്കുകയാണ്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പണം എവിടെ നിന്ന് വരുന്നു എന്ന ബോധം ഉണ്ടാക്കണം. അച്ഛൻ ഓഫീസിൽ പോകുന്നത് എന്തിന്? അമ്മ ജോലി ചെയ്യുന്നത് എന്തിന്? ഇതൊക്കെ കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ വിശദീകരിക്കണം. പണം ആകാശത്തിൽ നിന്ന് വരുന്നതല്ല. അത് പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുമ്പോഴാണ് പണത്തിൻ്റെ മൂല്യം ഉണ്ടാകുന്നത്. പല വീടുകളിലും കാണുന്ന മറ്റൊരു പ്രശ്നം ഉണ്ട്. കുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ, കരഞ്ഞാൽ, ദേഷ്യം കാണിച്ചാൽ ഉടനെ വാങ്ങിക്കൊടുക്കുക. ഇത് കുട്ടിക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? കരഞ്ഞാൽ പണം കിട്ടും, ദേഷ്യം കാണിച്ചാൽ സാധനം കിട്ടും. ഇത് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നതല്ല, പണം ഉപയോഗിച്ച് വികാരം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നതാണ്. ഇത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാം. കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കാൻ വളരെ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്യാം. ചെറുപ്പം മുതൽ തന്നെ ചെറിയ തുകയെ കൈകാര്യം ചെയ്യാൻ അവസരം നൽകുക. ചെറിയ ആവശ്യങ്ങൾക്കായി സ്വന്തമായി സൂക്ഷിക്കുന്ന ഒരു ചെറിയ തുക, അത് എങ്ങനെ ചെലവാക്കണം എന്ന് കുട്ടിയെ തീരുമാനിക്കാൻ അനുവദിക്കുക. ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കട്ടെ, അത് തന്നെ ഒരു പഠനമാണ്. കുട്ടി തൻ്റെ പണം മുഴുവൻ ചെലവാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും കൊടുക്കേണ്ടതില്ല. അപ്പോൾ കുട്ടി അനുഭവത്തിലൂടെ പഠിക്കും. എല്ലാം
ഒരുമിച്ച് ചെലവാക്കിയാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാകില്ല. ഇവിടെ ശിക്ഷയോ ശാസനയോ വേണ്ട, അനുഭവം തന്നെ പഠിപ്പിക്കും. കുട്ടികളെ ഷോപ്പിങ്ങിന് കൂട്ടി കൊണ്ടുപോകുമ്പോൾ വില നോക്കാനും താരതമ്യം ചെയ്യാനും ഇത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനും അവസരം നൽകുക. ഇത് സമയം എടുക്കും, പക്ഷേ ഇതാണ് പണബോധത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം പറയണം. മാതാപിതാക്കൾ സ്വയം പണത്തെക്കുറിച്ച് സംസാരിക്കുന്ന രീതി കുട്ടികൾ ശ്രദ്ധിക്കുന്നു. പണം എല്ലാം നശിപ്പിക്കുന്നു, പണം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് പണത്തെക്കുറിച്ച് ഭയമോ കുറ്റബോധമോ ഉണ്ടാകാം. പകരം പണം ഒരു ഉപകരണമാണ്, അത് ശരിയായി ഉപയോഗിക്കണം എന്ന സമീപനം കുട്ടികൾക്ക് നൽകണം. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവന് ഇതൊക്കെ ഉണ്ട്, അവളുടെ വീട്ടിൽ എല്ലാം വാങ്ങിക്കൊടുക്കും. ഇങ്ങനെ പറഞ്ഞാൽ കുട്ടിക്ക് പണത്തിൻ്റെ മൂല്യം അല്ല, അസൂയയും കുറവിൻ്റെയും ബോധവുമാണ് വളരുന്നത്. പണം ഉണ്ടാക്കുന്നതും ഇല്ലാത്തതും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കുട്ടികൾക്ക് ശാന്തമായി പഠിപ്പിക്കണം. എല്ലാം ഒരുമിച്ച് കിട്ടേണ്ടതില്ല, കാത്തിരിക്കുക ഒരു കഴിവാണ് എന്ന പാഠങ്ങൾ പണബോധത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ മാതാപിതാക്കൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ കുട്ടി പണം കാണുന്നത് ഒരു മായാജാലമായി ആണോ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായി ആണോ? ഈ ഒരു ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം നിങ്ങളുടെ പാരൻറ്റിങ്ങിൻ്റെ ദിശ കാണിക്കും. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: കുട്ടികൾക്ക് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നത് കാഠിന്യത്തിലൂടെയോ ഭീഷണിയിലൂടെയോ അല്ല, അത് ദൈനംദിന ജീവിതത്തിലെ ചെറിയ സംഭാഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും
ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. നല്ല മാതാപിതാവാകുന്നത് കുട്ടിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുന്നതിലല്ല, എപ്പോൾ വാങ്ങണം, എപ്പോൾ കാത്തിരിക്കാം, പഠിക്കണം എന്ന് അറിയുന്നതാണ്. ഇത് പഠിക്കാവുന്നതാണ്. പതുക്കെ, സ്നേഹത്തോടെ, സ്ഥിരതയോടെ. നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.